പെരിന്തൽമണ്ണ നഗരസഭയിൽ നിലവിലെ 8 കൗൺസിലർമാർ ഇത്തവണയും ജനവിധി തേടും. LDF-ലെ 5 പേരും UDF-ലെ 3 പേരുമാണ് മത്സരിക്കുന്നത്. ഭരണകക്ഷിയായ LDF-ൽ നിന്നും 5 പേരും UDF-ൽ നിന്നും 3 പേരുമാണ് തങ്ങളുടെ പ്രവർത്തന പരിചയം മുതൽക്കൂട്ടാക്കി വിജയം ഉറപ്പിക്കാൻ മത്സരിക്കുന്നത്. നഗരസഭയിൽ 3 തവണ കൗൺസിലറായി പ്രവർത്തിച്ച പരിചയസമ്പത്തുമായി K ഉണ്ണികൃഷ്ണൻ 14-ാം വാർഡായ പാതായ്ക്കര UP സ്കൂളിൽ നിന്നും വീണ്ടും ജനവിധി തേടുന്നു. നെച്ചിയിൽ മൻസൂർ വലിയങ്ങാടി വാർഡിലും അമ്പിളി മനോജ് ആനത്താനം വാർഡിലും വൈസ് ചെയർപേഴ്സണായിരുന്ന A നസീറ ആശാരിപ്പടിയിൽ നിന്നുമാണ് വീണ്ടും മത്സരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. പെരിന്തൽമണ്ണയിൽ ആകെ ഒരു വലിയ വിജയം ഉണ്ടാകും. അത് ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ മത്സരിക്കുന്ന കുട്ടിപ്പാറ 14-ാം വാർഡ് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശമാണ്. എന്നെ അറിയുന്നവരും എന്നെ കൂടെ അത്ര ആത്മബന്ധമുള്ളവരും എനിക്ക് തിരിച്ചും അതേ ബന്ധമുള്ളവരാണ്. വളരെ ആത്മബന്ധമുള്ള വീടുകളാണ് എല്ലാവരും, കുടുംബങ്ങളും എല്ലാവരും. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയിൽ എനിക്ക് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നാണ് പറയാനുള്ളത്. അതേസമയം UDF കൗൺസിലർമാരായ മുണ്ടത്തുപടി വാർഡിൽ ഹുസൈന നസീർ, തോട്ടക്കര വാർഡിൽ നിഷ സുബൈർ, ചിരട്ടമണ്ണ വാർഡിൽ കൃഷ്ണപ്രിയ എന്നിവരും തങ്ങളുടെ പ്രവർത്തന മികവ് ഉയർത്തിക്കാട്ടി വോട്ടർമാരെ സമീപിക്കുന്നു. ജനങ്ങളെല്ലാവരും ആ വാർഡത്തെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് ഹുസൈൻ താത്ത നിങ്ങൾ ഇനിയും കൗൺസിലറായിട്ട് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പോൾ 4-ലാണ് മത്സരിക്കുന്നത്. അവിടെ എനിക്ക് 100% വിജയത്തിന്റെ ഉറപ്പുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം തങ്ങളുടെ വാർഡുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഈ 8 കൗൺസിലർമാരും. നഗരസഭയിലെ ഭരണ തുടർച്ചയും മാറ്റവും നിർണയിക്കുന്നതിൽ ഈ സിറ്റിംഗ് കൗൺസിലർമാരുടെ പ്രകടനം നിർണായകമാകും. CCN പെരിന്തൽമണ്ണ.